അഭ്യർത്ഥിച്ച ആഭ്യന്തര മന്ത്രാലയം. അറബ് ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തിയായി വീണ്ടും സൗദി കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാൻ തെരഞ്ഞെടുക്കപ്പെട്ടത് 69.3% വോട്ടുകൾക്ക്. നമസ്കാരം. നാട്ടിൽ നടത്തിയ വലിയ ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി പ്രവാസികളോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഇന്ത്യയിലെ ആദായ നികുതി വകുപ്പ്. ഇത്തരം അറിയിപ്പുകൾ ലഭിച്ച പ്രവാസികൾ അടുത്ത ഘട്ടം എന്തായിരിക്കുമെന്ന ആശങ്കയിലാണ്. കേന്ദ്ര സർക്കാർ പ്രവാസികളെ എങ്ങനെയെങ്കിലും നികുതി വലയിൽ ഉൾപ്പെടുത്തുമെന്ന ഭീതിയും ആശങ്കയും നിലനിൽക്കെയാണ് അത് ശരിവെച്ചുകൊണ്ട് ആദായ നികുതി വകുപ്പ് NRIകളുടെ പിന്നാലെ എത്തുന്നത്. സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഭാരതീയ പ്രവാസി ഫെഡറേഷൻ പ്രസിഡന്റ് തോമസ് കോയാട്ട്, ഒപ്പം സാമൂഹ്യ പ്രവർത്തകൻ റൌഫ് കൊണ്ടോട്ടി. രണ്ടുപേർക്കും സ്വാഗതം. ശ്രീ റൌഫ് കൊണ്ടോട്ടി, ഇവിടെ നാട്ടിൽ വലിയ മൂല്യമുള്ള ഇടപാടുകളൊക്കെ നടത്തുന്ന പ്രവാസികൾ നിരീക്ഷണത്തിലാണ് എന്നതിലെ വസ്തുത എന്താണ്? താങ്കൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായപ്പെടുന്നത്? എനിക്ക് ആദ്യമായി പറയാനുള്ളത്, പ്രവാസികള് ടാക്സിൽ നിന്ന് എങ്ങനെയാണ് എക്സംഷൻ നേടുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നാട്ടിലുള്ള, അതായത് ഇന്ത്യൻ ഇൻകം ആൾവേസ് ടാക്സ്, ഇത് എവിടെ ഉള്ളത് നിയമമാണ്. അപ്പോ ഇന്ത്യയിൽ ഉണ്ടാവുന്ന എല്ലാ നിയമത്തിനും അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നികുതി വിധേയമാണ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ NRI സ്റ്റാറ്റസ് എന്ന് പറയും. ഒരു സാമ്പത്തിക വർഷം, അതായത് പ്രീവിയസ് ഇയർ എന്ന് പറയും ഇതിനു വേണ്ടി. ആ പ്രീവിയസ് ഇയറിൽ 182 ഡേയ്സിൽ കുറവായിരിക്കണം ഒരു പ്രവാസി നാട്ടിൽ നിൽക്കേണ്ടത്. അതോടൊപ്പം 2020 ഫിനാൻഷ്യൽ ആക്ടിൽ മറ്റൊരു പുതിയ ഒരു അമെന്റ്മെന്റ് കൂടെ വന്നു. 15 ലക്ഷം രൂപയോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ വരുമാനം, വിദേശത്തല്ല ഇന്ത്യയിൽ വരുമാനം, ഇപ്പൊ വാടക കൊടുക്കുന്ന ആളുകളുണ്ടാവും, അങ്ങനെ ഒരുപാട് ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം 182 ഡേയ്സ് എന്ന് പറയുന്നത് 120 ഡേയ്സ് ആയിട്ട് മാറിയിരിക്കുക. അപ്പോ ഇപ്പോ ആളുകൾക്ക് 2013-14 വർഷം മുതൽ 2023 വരെയുള്ള, അതായത് 10 വർഷത്തോളം ഉള്ള റെസിഡൻസ് സ്റ്റാറ്റസ് ചോദിച്ചിട്ടാണ് ഇപ്പോ നോട്ടീസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് മറുപടി കൊടുക്കേണ്ടതും നമുക്ക് അനിവാര്യമാണ്. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും നമ്മുടെ എമിഗ്രേഷനിൽ നിന്ന് തന്നെ ഇത്തരം സംഗതികൾ വാങ്ങാം, അല്ലെങ്കിൽ അവർക്ക് കളക്ട് ചെയ്യാം എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാവുമ്പോൾ അത് ആളുകളോട് അവരോട് അഫിഡവിറ്റ് കൊടുക്കാനും അവരോട് ഫയൽ ചെയ്യാനും ഒക്കെ പറയുന്നത് പ്രവാസ ലോകത്ത് നിൽക്കുന്ന ആളുകൾക്ക് പലപ്പോഴും വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. ഇത്തരം കാര്യങ്ങളിലുള്ള ഈസിനെസ് തീർച്ചയായിട്ടും വേണം നമ്മൾ അങ്ങനെ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്നാണ് നമുക്ക് അതിനോട് ആമുഖമായിട്ട് നമ്മൾ പറയാനുള്ളത്. അതുകൊണ്ട് പ്രവാസികളായിട്ടുള്ള ആളുകൾ എപ്പോഴും നമ്മൾക്ക് അറിയാം, അത് ഒരു കാര്യം കൂടെ വളരെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് മറ്റു പല നിയമങ്ങളുണ്ട്, നമുക്ക് വഴിയെ നമ്മുടെ ചർച്ചയിൽ അത് പറയാം. എംപ്ലോയ്മെന്റിന് വേണ്ടി വന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റതാണ് നിയമം. നമുക്കറിയാവുന്നത് പോലെ ഇന്ത്യൻ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കോംപ്ലിക്കേറ്റഡ് സിസ്റ്റമാണ്. ആ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അത്രത്തോളം ജനവിഭാഗങ്ങളും അതിന്റെ വരുമാനങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അത് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാസികൾ, എനിക്ക് പറയാനുള്ളത്, ഇനിയെങ്കിലും പ്രവാസികളായിട്ടുള്ള ആളുകൾ നാട്ടിലേക്ക് പോകുമ്പോൾ ഒരു സാമ്പത്തിക വർഷം എന്ന് പറയുന്ന ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെയുള്ള സമയത്ത് 180 ഡേയ്സോ അല്ലെങ്കിൽ 15 ലക്ഷം രൂപയിൽ കൂടുതൽ ഇന്ത്യയിൽ വരുമാനമുള്ള ആളുകൾ അത് 120 ഡേയ്സോ ആക്കി ക്രമീകരിക്കണം എന്നുള്ളതാണ് നമുക്ക് പറയാൻ. അതിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ വരും കാലങ്ങളിൽ നമ്മുടെ ചർച്ചയിൽ നമുക്ക് അടുത്ത സെഷനിലായിട്ട് ഞാനത് സൂചിപ്പിക്കുന്നതാണ്, വലിയ പ്രയാസങ്ങൾ. അതോടൊപ്പം പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് നമ്മൾ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിലെ ഇൻകം യത്തിന് നമ്മൾ പല രൂപത്തിലുള്ള എക്സംഷൻസും സാധാരണ, അതായത് നാട്ടിലുള്ള പ്രവാസികളല്ലാത്ത ആളുകൾക്ക് എക്സംഷൻ കൊടുക്കുന്ന സമയത്ത് പല എക്സംഷൻസിനും നമ്മൾ വിധേയരല്ല എന്ന്. അതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ 80DD സെക്ഷൻ പ്രകാരം നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾക്ക്, പ്രായം ചെന്ന ആളുകൾക്ക് അവരുടെ ചികിത്സക്ക് വേണ്ടി, അതുപോലെ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള ആളുകൾ, ഓട്ടിസം ബാധിച്ച ആളുകൾക്കൊക്കെ 1 ലക്ഷം രൂപ വരെ നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഡിഡക്ഷൻ കൊടുക്കുന്നത് NRIകളായിട്ടുള്ള ആളുകൾക്ക് ഇല്ല എന്നുള്ളത്. അതുപോലെ 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് കിട്ടുന്ന പല എക്സംഷൻസും
NRI സ്റ്റാറ്റസിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് ലഭ്യമല്ല എന്നുള്ള വലിയൊരു പ്രയാസം നമ്മുടെ മുന്നിലുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് നാട്ടിൽ നമുക്ക് ഇറസ്പെക്റ്റീവ് ഓഫ് അവർ ഇൻകം, ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 2.5 ലക്ഷം രൂപയുടെ മേലുള്ളതിനാണ് ഇൻകം ടാക്സ് വരുന്നത്. പക്ഷേ ഒരു പ്രവാസിയായിട്ടുള്ള ഒരാള് നാട്ടിൽ ഒരു ചെറിയ ഒരു വീടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലാറ്റോ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ വാടകയിൽ നിന്ന് 30% TDS ആയിട്ട് പിടിക്കും. എന്നിട്ട് ഇദ്ദേഹം റിട്ടേൺ ഫയൽ ചെയ്തതിന് ശേഷം 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഫണ്ട് നമുക്ക് റീഫണ്ട് ആയിട്ട് വരുന്നത്. അപ്പൊ എത്രത്തോളം വലിയൊരു പ്രയാസമാണ് എന്ന്. അതുപോലെ തന്നെ നമ്മളൊരു വസ്തു നാട്ടിൽ വിൽപ്പന നടത്തുകയാണെങ്കിൽ ഒന്നും കണക്കാക്കാതെ തന്നെ 20% ആ വാല്യൂന്റെ മൊത്തം വാല്യൂയുടെ 20% ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞു പിടിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരം ചർച്ചകളിൽ നമ്മൾ കൊണ്ടുവരേണ്ടത്, ഇപ്പൊ നമുക്കറിയാം അടുത്ത ബജറ്റൊക്കെ വരുന്ന ഒരു പ്രധാന സംഭവത്തിൽ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉണർത്തേണ്ട ആളുകളുടെ മുന്നിലേക്ക് കൃത്യമായി ഇത്തരം സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായി ബോധവാന്മാരാണോ എന്നുള്ളതാണ്. കാരണം ഒരുപാട് ബോധവാന്മാരാണോ എന്നുള്ളത് മാത്രമല്ല, ഇതിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് നാട്ടിലുള്ള റെസിഡന്റ് ഇന്ത്യക്കാരന് കിട്ടുന്ന ഒരാനുകൂല്യങ്ങളും പല ആനുകൂല്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചികിത്സക്ക് പോലുമുള്ള നമ്മുടെ ബന്ധുക്കൾക്കുള്ള ഒരു ചികിത്സക്ക് പോലെ, അതുപോലെ തന്നെ 80U എന്ന് പറയുന്ന ഒരു സെക്ഷൻ പ്രകാരം ഈ ടാക്സ് പെയർ ആയിട്ടുള്ള ആള് ഡിസബിലിറ്റി ഉള്ള ആളാണെങ്കിൽ അവർക്ക് ഇതുപോലെ തന്നെ 1.25 ലക്ഷം രൂപ വരെയുള്ള ഡിഡക്ഷൻ കിട്ടുമ്പോ അതൊരു പ്രവാസിയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ അദ്ദേഹത്തിന് ഒരു കണ്ണ് കാണാത്ത ഒരാളാണ്, അല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും അസുഖമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് നാട്ടിലുള്ള ഓർഡിനറി റെസിഡന്റ് ഇന്ത്യന് കിട്ടുന്ന ഒരാനുകൂല്യങ്ങളും ഒരു ഡിസബിലിറ്റി വന്ന ഒരാൾക്ക് പോലുമുള്ള ആനുകൂല്യം സാധാരണ പ്രവാസിയായിട്ടുള്ള ആൾക്ക് നാട്ടിൽ ഇൻകം ഉണ്ടെങ്കിൽ അവർക്ക് യാതൊരുവിധ ഡിഡക്ഷൻസും കിട്ടാതെ പോകുന്നു എന്നുള്ളത് എത്രത്തോളം പരിതാപകരമാണ് എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം വിഷയങ്ങളൊന്നും പൊതുവെ നമ്മൾ പ്രവാസികൾ ചർച്ച ചെയ്യാറില്ല. ഈ ന്യൂസിൽ ഇപ്പൊ നമ്മൾ ന്യൂസ് 18 ഇത്തരം ചർച്ചകൾ വരുമ്പോൾ ഇതൊക്കെ ആളുകളും അതുപോലെ തന്നെ സംഘടനാ പ്രതിനിധികളും ഒക്കെ മനസ്സിലാക്കണം. ശ്രീ തോമസ് കോയാട്ട്, ഇത് എത്ര വലിയ തിരിച്ചടിയാണ്? ടാക്സുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ സാധാരണ അവിടെ ജീവിക്കുമ്പോൾ അനുഭവിക്കാത്ത ഒരു വലിയ പ്രതിസന്ധിയാണ് ഇങ്ങോട്ടെത്തുമ്പോൾ ഉണ്ടാകുന്നത്. വലിയ രീതിയിലുള്ള ഇടപാടുകൾ നടത്തുന്ന ആളുകൾ ഇവിടെ ടാക്സിന്റെ കെണിയിൽ പെടുന്നു എന്നുള്ളത് എത്ര പ്രയാസമുണ്ടാക്കുന്നതാണ്? തീർച്ചയായിട്ടും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഈ പുതിയ നിയമങ്ങളൊക്കെയും പ്രവാസികളെ ഏത് രീതിയിൽ കെണിയിൽപ്പെടുത്താം എന്നുള്ള ഒരു ഉദ്ദേശം മുന്നിൽ നിർത്തിക്കൊണ്ട് ഉള്ളതാണെന്ന് വളരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. ഇപ്പം തന്നെ 120 days ഇൻ എഫക്ട് നമുക്ക് ചിലപ്പോൾ 60 ദിവസമോ, നമ്മൾ പലരും ഇവിടെ ചെറിയ ബിസിനസ് ചെയ്യുന്നവരായാലും ജോലി ചെയ്യുന്നവരായാലും പല സാഹചര്യങ്ങളിൽ നമുക്ക് നാട്ടിൽ പോകേണ്ടതായിട്ട് വരും. അങ്ങനെ നമ്മൾ 120 daysന് മുകളിൽ അല്ലെങ്കിൽ 152 daysന് മുകളിൽ 182 daysന് മുകളിൽ നമ്മൾ താമസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് പോകുന്നു. എത്ര പേർക്ക് ഇതിനെക്കുറിച്ച് അവയർനെസ് ഉണ്ട്? അതുപോലെ തന്നെ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ്, നമുക്ക് വരുമാനമുണ്ട്, ഇന്ത്യയിൽ വരുമാനമുണ്ട്, ആ വരുമാനം കൊണ്ട് അതിന് നമ്മൾ ടാക്സ് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അതൊരു പുതിയ നിയമമല്ല, അത് പഴയ നിയമമാണ്. പക്ഷേ അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാക്കാവുന്ന പല കണ്ണിങ് ആയിട്ടുള്ള ഏരിയകളിൽ ഇപ്പം ഇതുപോലെ തന്നെ ഒരു വർഷത്തിൽ ഇത്ര ദിവസം അല്ലെ 5 വർഷം കൂടി ഇരിക്കുമ്പോൾ ഇത്ര ദിവസം ക്യുമുലേറ്റീവായിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസ് പോകും. ഇങ്ങനെയൊക്കെയുള്ള നിയമങ്ങൾ സാധാരണ പ്രവാസികൾക്ക് അറിയില്ല. ഇത് പഠിക്കാനോ അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കാനോ ഒരു പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്ന് ഇതിനൊരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനോ സാധിക്കാതെ ഇപ്പോൾ പ്രവാസികള് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് പോകുന്നുണ്ട്. ഒരു വീട് വെച്ചവനോ വീട് വിറ്റവനോ വാങ്ങിച്ചവനോ ഒക്കെ പ്രോബ്ലത്തിലാണ്. എല്ലാവർക്കും നോട്ടീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പിന്നെ അതിനൊരു ചാർട്ടേഡ് അക്കൗണ്ടിനെ വെച്ചു. അതിന്റെ പ്രവാസികളുടെ സിറ്റുവേഷൻ അറിയാം. ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നാട്ടിൽ ആരെങ്കിലും ഏൽപ്പിക്കുകയാണെങ്കിൽ അതൊരു സെക്കൻഡ് ഒരു അടുത്ത ഒരു പ്രോബ്ലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അവര് ഏതൊക്കെ രീതിയിൽ ഈ പ്രശ്നങ്ങളെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഇത് ടേക്കപ്പ് ചെയ്യും, ഇൻകം ടാക്സുകാരുടെ ക്വാറീസിന് ആൻസർ കൊടുക്കാൻ നമ്മൾ CA കണ്ടുപിടിക്കണം, അവരെ ബ്രീഫ് ചെയ്യണം, ഡോക്യുമെന്റേഷൻ എല്ലാം ചെയ്യണം. ഇതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് NRIസിനെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് പൊതുവെ പറയുകയാണെങ്കിൽ NRIസിനോട് ഒരു നല്ല സമീപനം അല്ലെങ്കിൽ അവരോടൊരു പൊതുവായ ഒരു ഗവൺമെന്റിന്റെ ഒരു പോളിസി, ഒരു സൗമ്യമായ ഒരു ഇടപെടൽ നമുക്ക് അത്യാവശ്യമാണ്. കാരണം NRIസ്
നമ്മളെ ഒരു റിസോഴ്സും ഇപ്പം ഇന്ത്യൻ പാസ്പോർട്ടും കൊണ്ട് നമ്മളിവിടെ വന്നു എന്നല്ലാതെ ഇന്ത്യയിൽ നിന്നുള്ള ഒരു റിസോഴ്സും ഉപയോഗിച്ചല്ല നമ്മളിവിടെ ബിസിനസ് ചെയ്യുന്നതോ ജോലി ചെയ്യുന്നതോ. നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ഇൻകം അല്ലെങ്കിൽ ഒരു ക്യാപിറ്റൽ അത് ഇന്ത്യയിൽ കൊണ്ടുപോയി എപ്പോഴും നമ്മുടെ ഗ്രഹാതുരത്വം, നമ്മുടെ ആഗ്രഹം എപ്പോഴും ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യണം. പക്ഷേ ഈ അടുത്ത സമയത്ത് റിസർവ് ബാങ്കിന്റെ കണക്കുകളൊക്കെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇന്ത്യയിലേക്കുള്ള വരുമാനത്തിന്റെ പെർസെൻറ്റേജ് കുറഞ്ഞിരിക്കുകയാണ്. എസ്പെഷ്യലി മലയാളികളുടെ റെമിറ്റൻസിന്റെ പെർസെൻറ്റേജ് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അത് ഡൊമിനേറ്റ് ചെയ്ത് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പൊ മഹാരാഷ്ട്ര മുന്നിൽ നിൽക്കുന്നു, UP, ബീഹാർ അങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഇത് ഡിവൈഡ് ചെയ്ത് പോവുകയാണ്. പക്ഷേ കേരളത്തിന്റെ സമ്പദ്ഘടനയിലെ, കേരളം പ്രത്യേകിച്ച് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ കേരളത്തിന്റെ സമ്പദ്ഘടനയിലെ പ്രവാസികൾ ചെയ്തിട്ടുള്ള സേവനങ്ങള്, കോൺട്രിബ്യൂഷൻ ഒരിക്കലും പാടില്ലാത്തതാണ്. അപ്പൊ നമുക്ക് ഒരു സൗമ്യമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും, ഈ പ്രവാസികൾ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏറ്റവും ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. പിന്നെ എല്ലാ നിയമങ്ങളും അനുസരിച്ച് എല്ലാ മാനദണ്ഡങ്ങളും പറയുന്ന കാര്യങ്ങളൊക്കെയും അതുപോലെ ചെയ്ത് ഏറ്റവും സ്നേഹസമ്പന്നരായി ഇന്ത്യയുടെ സംസ്കാരവും യശസ്സും ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പ്രവാസി. ശ്രീ റൌഫ്, ഇവിടെ 2021 ബജറ്റിലാണെന്ന് തോന്നുന്നു നിർമ്മല സീതാരാമൻ ഈ ഇരട്ട നികുതി അത് ഒഴിവാക്കി എന്നുള്ള പ്രഖ്യാപനം നടത്തിയത് പ്രവാസികളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് എന്തൊക്കെ വരുമാനങ്ങൾ അവിടെയുണ്ടോ അതെല്ലാം ഇവിടെ പൂർണ്ണമായും രേഖപ്പെടുത്തേണ്ട, ഇല്ലെങ്കിൽ ആ വിവരങ്ങൾ കൈമാറേണ്ട ഒരു സാഹചര്യത്തിലേക്കാണോ പോകുന്നത്? അത് സാധാരണ ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ച്, സാധാരണ പ്രവാസിയെ സംബന്ധിച്ച്, ഇല്ലെങ്കിൽ വലിയ ആ ഒരു ഇവരുദ്ദേശിക്കുന്ന ആ ബോർഡറിന് താഴെയുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ പ്രയാസകരമായിരിക്കില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് വലിയ ബിസിനസ് ചെയ്യുന്ന പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് ഇത് ഇത്ര വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കുക. ഇരട്ട നികുതിയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ ബജറ്റിൽ അത് വന്നിട്ടുണ്ടെങ്കിലും അതൊരു ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ മാത്രം ബാധിക്കുന്നു. അതായത് രണ്ട് ഭാഗത്തും ഇപ്പോ നമുക്കറിയാം, ഇപ്പോ ഗൾഫ് നാടുകളിലൊക്കെ ആണെങ്കിലും ഇവിടെ 0% ടാക്സ് ആണെങ്കിലും അത് ടാക്സ്, അതായത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ആ അഗ്രിമെന്റ് പ്രകാരം നിലനിൽക്കുമ്പോൾ അതുകൊണ്ട് ഇവിടെ ടാക്സ് ഇല്ലെങ്കിലും 0% ആണെങ്കിലും ഇവിടെ ടാക്സ് ഉണ്ട് എന്നുള്ള രൂപത്തിൽ തന്നെയാണ് അത് പോകുന്നത്. അതൊരു ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുന്ന ചെറിയ വളരെ വളരെ മീഗറാണ് യഥാർത്ഥത്തിൽ. അതിനെക്കുറിച്ച് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാവും. അതേസമയം ഇപ്പോ നമ്മുടെ മുന്നിലുള്ള ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് ഇതുപോലെ ഏറ്റവും ഒന്നാമതായിട്ട് നമ്മളെ ആളുകൾ നാട്ടിലേക്ക് സെറ്റിൽ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന സമയത്ത്, നാട്ടിലേക്ക് ലീവിന് പോകുന്ന സമയത്ത് ഒക്കെ ഒരു ടാക്സ് പ്ലാനിങ് നടക്കും. ടാക്സ് പ്ലാനിങ്ങും ടാക്സ് ഒഴിവാക്കലും, അതായത് ടാക്സ് ഇവാഷനും അത് രണ്ടാണ്. ടാക്സ് പ്ലാനിങ് നമുക്ക് അനുവദനീയവുമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോ ഉണ്ടായ ഈ വിഷയത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം വന്നത് കഴിഞ്ഞ കോവിഡ് കാലത്ത് നാട്ടിൽ കുടുങ്ങിപ്പോയ ആളുകൾ, അവർക്ക് 182 ഡേയ്സിന്റെ മേലെ നാട്ടിൽ നിൽക്കേണ്ടി വന്ന ആളുകളാണ്. അതായത് ആ പ്രവാസികൾ ഇവിടെ ഉണ്ടായിരുന്ന വരുമാനത്തിന്റെ കൂടി കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അല്ലേ? അത് ഞാൻ പറയാം. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ വരുന്ന, അതായത് 182 ഡേയ്സ് കഴിഞ്ഞ ആളുകളാണെങ്കിൽ അവര് ഇമ്മീഡിയറ്റ് ആയിട്ട് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് ഒരു ട്രാൻസിഷൻ പീരീഡ്, അതായത് NRIയും അല്ല നാട്ടിലെ റെസിഡന്റും അല്ലാത്ത ഒരു ട്രാൻസിഷൻ പീരീഡ്, ആ പീരീഡിൽ അവരുടെ വരുമാനം, അതായത് അവർക്ക് ഏതെങ്കിലും ശമ്പളം, നേരത്തെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള ശമ്പളം, അതുപോലെ എൻഡ് ഓഫ് സർവീസ് ബെനിഫിറ്റ്, അതുപോലെ മറ്റുള്ള റെന്റൽ ഇൻകം, ഇതിനൊന്നും അവർക്ക് ഈ ഒരു 1-2 വർഷം ആ ഒരു പ്രൊട്ടക്ഷൻ അവർക്ക്, അത് കഴിഞ്ഞാൽ ആ പ്രൊട്ടക്ഷൻ അവർക്ക് കിട്ടില്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ വളരെ പ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ ബിസിനസ് ഇൻകം അതിൽ ഉൾപ്പെടില്ല. ഇപ്പൊ നമുക്ക് ഫോർ എക്സാമ്പിൾ ഇവിടെ ധാരാളം ആളുകൾ കഫ്റ്റേരിയ നടത്തുന്ന ആളുകൾ ഉണ്ടാവാം. ഇവിടെ ഒരു നമ്മൾ ബക്കാല എന്ന് പറയുന്ന ഒരു സ്റ്റേഷനറി ഷോപ്പ് നടത്തുന്ന ആളുകൾ ഉണ്ടാവാം. അവരുടെ വരുമാനം പോലും ഇതിന് നികുതി വിധേയമാണ് എന്നുള്ളതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. അപ്പോ ഇപ്പൊ നാട്ടിലേക്ക് പോയ പല ആളുകളും ചെയ്യുന്നത്, ഇവിടെ ബിസിനസ് ഉണ്ടാവുമായിരുന്നു, ആ ബിസിനസിന്റെ ഇൻകം അവര് ശരിക്കും അവിടെ കാണിക്കാതെ രൂപത്തിൽ വരുമ്പോഴുള്ള ഒരു പ്രശ്നം, മറ്റൊരു വലിയ പ്രശ്നം കൂടെ വരുന്നത് ഫെമ നിയമപ്രകാരം, അല്ലെങ്കിൽ ഫെമ നിയമപ്രകാരം, അതുപോലെ തന്നെ മറ്റു ചില നിയമങ്ങൾ പ്രകാരം, അതായത് ബ്ലാക്ക് മണി നിയമപ്രകാരം ഒക്കെ ഇവർ ഇതിനകത്തേക്ക് വരികയും മറ്റ് നിയമ നടപടികൾ പോലും ഉണ്ടാവാനുള്ള സാധ്യതകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകൾ
ആ ബിസിനസ് ഒന്നുകിൽ അവരുടെ മക്കളുടെ പേരിലേക്കൊക്കെ മാറ്റിയ ബിനാമി എന്തായാലും എന്നുള്ള ആവശ്യമായി രൂപത്തിലൊക്കെ വരും. ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് മാറാം. പക്ഷെ ഒരു കാര്യം എനിക്ക് അടിസ്ഥാനപരമായി പറയാനുള്ളത്, ഇപ്പോ ഈ നോട്ടീസ് വരുന്ന പല ആളുകളോടും പ്രത്യേകിച്ച് സാധാരണക്കാരായ പ്രവാസികളോട് പറയാം. ഒരാളൊരു വീട് വെച്ചു, നമുക്കറിയാം നമുക്കൊരു പാരലൽ എക്കോണമി ഉണ്ട്. അതായത് ഇപ്പോഴും നമ്മളെ നാട്ടിലേക്ക് കള്ളപ്പണമായിട്ട് നാട്ടിലേക്ക് പണം അയക്കുന്ന ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന, സാധാരണക്കാർ ധരിച്ചു വെച്ചിരിക്കുന്ന എന്താണെന്ന് അറിയാം, പല ആളുകളുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ വെച്ചിട്ടുള്ളത്, അവർക്ക് ഈവൻ ബാങ്ക് അക്കൗണ്ട് പോലും ഇല്ലാത്ത ഒരുപാട് പ്രവാസികളുണ്ട്. അവർ പറയുന്നത് ബാങ്കിലൂടെ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയാൽ അത് ടാക്സ് വിധേയമാവും എന്ന് പേടിച്ചു. ഇതുപോലെ അല്ലെങ്കിൽ ആരെങ്കിലും അവരെ പറഞ്ഞു വഞ്ചിച്ച് ഇവരുടെ പണം മുഴുവൻ നാട്ടിലേക്ക് കള്ളപ്പണമായി ഒഴുക്കി. അതുകൊണ്ട് അവനൊരു 20-25 ലക്ഷം രൂപയുടെ ഒരു വീട് വെച്ചു. ഈ വിഷയവുമായി പോലും ബന്ധപ്പെട്ടുള്ള ഇവിടെയാണ് ഏതൊക്കെ വരുമാനത്തിലാണ് ടാക്സ്, അത് എത്രയാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നു. എത്ര വരുമാനമുള്ള ആളുകളാണെങ്കിൽ പോലും അതിലൊരു 10% പേരെങ്കിലും അതിൽ യാതൊരുവിധ ഐഡിയയും ഇല്ലാത്ത ആൾക്കാരാണ്. ഇപ്പൊ ഒരു കാര്യം കൂടെ പറയട്ടെ. അതായത് പ്രവാസ ലോകത്തുനിന്ന് നമുക്കുണ്ടാകുന്ന വരുമാനങ്ങൾക്ക്, അത് ബിസിനസ് നിന്നുണ്ടാവുകയാണെങ്കിലും നമ്മുടെ ജോലിയിൽ നിന്നുണ്ടാവുന്ന വരുമാനമാണെങ്കിലും മറ്റു വരുമാനമാണെങ്കിലും നമ്മളെ എൻറ്റയർലി ടാക്സ് ഫ്രീ ആണ്. പക്ഷെ ഇതേ പണം നിയമവിധേയമല്ലാത്ത രൂപത്തിൽ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം, അതായത് ഈ ഒരു എക്സെപ്ഷൻസും നമുക്ക് കിട്ടില്ല. മാത്രമല്ല കള്ളപ്പണത്തിന്റെ പേരിലുള്ള നിയമ നടപടികൾ നമ്മൾ നേരിടേണ്ടി വരും. ഏറ്റവും വലിയ രൂപത്തിലുള്ള വലിയ നിയമമാണ് ഫെമ നിയമം, ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് മാനേജ്മെന്റ് ആക്ട് പ്രകാരമുള്ളതുണ്ടായിരിക്കും. പ്ലസ് അവരെല്ലാവരും ടാക്സ് അടക്കേണ്ട വലിയൊരു ഗതികേട് നമുക്ക് വരികയും ചെയ്യും. അപ്പോ വളരെ അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, NRI സ്റ്റാറ്റസ് ഉള്ള ആളുകൾക്ക് ഒരു റുപ്പിക പോലും ഇവിടെ നിന്നുള്ള വരുമാനത്തിൽ, നാട്ടിൽ നിന്നുള്ള വരുമാനത്തില്ല, ഇവിടെ നിന്നുള്ള വരുമാനത്തിന് ടാക്സ് ഇല്ല എന്നുള്ളത് ആ ഒരു അടിസ്ഥാന വിവരമെങ്കിലും നമ്മുടെ ആളുകൾ വളരെ 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 പ്രാധാന്യത്തോടു കൂടി കാണേണ്ടതുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ പണം, ആ പണം എത്തിച്ചേരുന്ന വഴികൾ, അത് എന്തിനു വേണ്ടി ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതൊക്കെ വലിയ ചർച്ചയാവുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും ഇത്തരം ബ്ലാക്ക് മണിയുടെ ഒക്കെ കാര്യത്തിൽ നമുക്കറിയാം, കള്ളപ്പണം വെളുപ്പിക്കുന്നതിനൊക്കെ കാര്യത്തിൽ ആളുകൾ, ഇപ്പൊ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പോലും ഒരു വീട് വെച്ചു, ഒരു 10-20 ലക്ഷം രൂപക്ക് വീട് വെച്ചിട്ട് ആ 20 ലക്ഷം രൂപ, ഏറ്റവും ചെറുതായി പറയുന്നത് ഒരു 20 ലക്ഷം രൂപയ്ക്ക് അല്ലെങ്കിൽ 25 ലക്ഷം രൂപയ്ക്ക് ഒരു 10 കൊല്ലോ 15 കൊല്ലോ നിന്നിട്ട് വീട് വെച്ചിട്ട് നാളെ ഇൻകം ടാക്സിന്റെ നോട്ടീസ് വന്നിട്ട് നിങ്ങൾ എവിടുന്നാണ് എന്ന് ഇതിന്റെ സോഴ്സ് ചോദിച്ചാൽ, ഒരു ബാങ്കിലൂടെ നടത്തുകയാണെങ്കിൽ നമുക്കൊരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്തു കൊടുത്ത് അവരോട് കാര്യങ്ങൾ ബോധിപ്പിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അല്ലാതെ ഈ രൂപത്തിൽ പോയതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതായിരിക്കുകയും ഒരു സാധാരണ പ്രവാസിക്ക് സ്വന്തം വീട്ടിൽ കടന്നുറങ്ങുന്നതിന് പോലും സൗകര്യമില്ലാത്ത രൂപത്തിലേക്ക് പോകാനുള്ള സാധ്യതകളെ നമ്മൾ തള്ളിക്കളയാനാവില്ല. അത് എന്തെങ്കിലും രൂപത്തിലുള്ള നിയമ നടപടികൾ അവരെടുത്തു, പ്രവാസികളെ വഞ്ചിക്കുകയാണ്, പ്രവാസികളുമായുള്ള പ്രശ്നങ്ങളാണ് എന്നൊന്നും പറഞ്ഞിട്ട് എല്ലാവരും നിയമത്തിന് വിധേയമാണ്. ഞാൻ ആ നിയമത്തിലേക്ക് വരാം, ഞാൻ താങ്കളിലേക്ക് ഒന്നുകൂടെ വരാം. ശ്രീ തോമസ്, ഇവിടെ 30 ദിവസമാണ് സമയം. അതായത് ഈ ആദായനികുതി വകുപ്പ് നടത്തിയ മൂല്യനിർണ്ണയത്തിൽ തൃപ്തി ഇല്ലെങ്കിൽ ഈ അറിയിപ്പ് ലഭിച്ച് 30 ദിവസത്തിനുള്ളിൽ ആദായനികുതി കമ്മീഷണർ മുമ്പാകെ അപ്പീൽ ഫയൽ ചെയ്യാം എന്നുള്ളതാണ്. അപ്പം ഈ നോട്ടീസിന്റെ കാരണം മനസ്സിലാക്കുക, ഇല്ലെങ്കിൽ ഈ നിശ്ചയപരിധിക്കുള്ളിൽ മറുപടി നൽകുക എന്നൊക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പക്ഷേ ഈ നികുതി വിദഗ്ധരും ചാർട്ടേഡ് അക്കൗണ്ടന്റുകളും ഒക്കെ പറയുന്നത് അനുസരിച്ച് ഇത് ആ സമയത്തിനുള്ളിൽ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കാരണം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് കൃത്യമായിട്ട് ചെയ്യാൻ നമ്മൾ ആളെ ഏൽപ്പിക്കണം. അവിടെ ഇരുന്നുകൊണ്ട് എത്രത്തോളം നമുക്കിതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് പലർക്കും ധാരണയുണ്ടാകില്ല, ഇല്ലെങ്കിൽ അതിനുള്ള സമയം ഉണ്ടാകില്ല. അപ്പോൾ ആ പ്രതിസന്ധിയെ എങ്ങനെ തരണം ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്? നമ്മള് ഈ പ്രവാസികളുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ അടുത്ത സമയം വരെ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിനും ഇല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയാണ് മെജോറിറ്റി. എല്ലാവരെയും ഞാൻ പറയുന്നത് മെജോറിറ്റി ആയിട്ട് ഒരു വർക്കിംഗ് ക്ലാസ്സിലുള്ള ആളുകളൊന്നും ഇതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിച്ചിട്ടേ ഇല്ല. ടാക്സ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചോ ഇൻകം ടാക്സ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ചോ അസസ്മെന്റിനെ കുറിച്ചോ അവർക്കിതൊന്നും അറിയില്ല. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി നമ്മൾ കൈമാറ്റം ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ അവിടെ ചെയ്യുമ്പോഴോ ഒരു റിപ്പാർട്ടിയേഷന്റെ സമയത്തോ ഒക്കെയാണ് നമ്മൾ ഇതുപോലുള്ള കെണികളിൽ പെടുന്നത്. പെട്ടെന്ന് തന്നെ നമ്മുടെ വരുമാനം നിൽക്കുന്നു, നമ്മൾ ഇന്ത്യയിലായി പോകുന്നു, വീണ്ടും അതിന് ഇൻകം ടാക്സ് ക്വാറി വരുന്നു. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ സോഴ്സ് കാണിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ അബദ്ധങ്ങളിൽ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് ഇപ്പോഴും നടന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ അതിന് നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ടാക്സ് എന്ന് പറയുന്നത് ഒരു കോമൺ മാന്റെ ഒരു പ്രോബ്ലമായിട്ട് ഇതുവരെയും ഇന്ത്യയിൽ കരുതിയിട്ടില്ല. ഇതൊരു വലിയ റിച്ച് കമ്മ്യൂണിറ്റിയുടെ കാര്യമാണ്, ഞങ്ങളെ ഇതൊന്നും ബാധകമല്ല എന്നുള്ളൊരു മൂല്യബോധത്തിന്റെ
പരിധിയിൽ അവരെ ഇതുവരെയും വന്നിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഇനിയുള്ള കാലമെങ്കിലും ആളുകൾ പൈസ അയക്കുന്നതായാലും പ്രോപ്പർട്ടി വാങ്ങിക്കുന്നതായാലും വിൽക്കുന്നതായാലും എല്ലാം ഡോക്യുമെന്റേഷൻ ചെയ്യണം. എല്ലാവരെയും ഇൻകം ടാക്സുകാർ വളരെ സംശയത്തോടു കൂടിയാണ് കാണുന്നത്. ഏത് ക്ലാരിഫിക്കേഷൻ കൊടുത്താലും അവര് തൃപ്തിയാവില്ല. കാരണം അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തെങ്കിലും ലൂപ്പോൾ എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോ എന്നറിയാനായിട്ട് വളരെയധികം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടും. പ്ലസ് നമുക്കൊരു ലീഗൽ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടന്റ് മസ്റ്റ് ആയിട്ട് വേണം ഇതൊക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. നമുക്ക് ഒരിക്കലും ഡയറക്റ്റ് പോയി അറ്റൻഡ് ചെയ്യാനൊന്നും പറ്റൂല. അപ്പം ഇവിടെ ജോലിയുള്ളവരായാലും നാട്ടിൽ സെറ്റിൽ ബാക്ക് ആളുകളായാലും റിപ്പാർട്ടിയേഷൻ ഇരിക്കുന്ന ആളുകളായാലും എല്ലാവർക്കും ഇതൊരു പ്രോബ്ലമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ NRIs എന്ന് പറയുമ്പോൾ അവർക്ക് ഉണ്ടായിരുന്ന കൺസിഡറേഷൻ എന്തിന് പെട്ടെന്ന് മാറ്റുന്നു? ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോൾ സാർ പറഞ്ഞ പോലെ വളരെയധികം ആളുകൾ വളരെ ലോങ് ടൈം ഈ പാരാമീറ്റേഴ്സിന് വെളിയിലായി കഴിയുമ്പോൾ അവരെല്ലാം ടാക്സിനേറ്റിന്റെ അകത്തായി ഓട്ടോമാറ്റിക്കലി. കാരണം NRI സ്റ്റാറ്റസ് അവർക്ക് നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ പ്രോബ്ലം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു കലാമിറ്റിയുടെ ഒരുപാട് കേസുകൾ ഇങ്ങനെ ഈ അടുത്ത സമയങ്ങളിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം സോർട്ട് ഔട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വളരെ സമയത്തോടും ഗവൺമെന്റും കൂടെ ഒന്ന് സഹകരിച്ചെങ്കിൽ മാത്രമേ ഇതൊന്നും. മറ്റൊന്ന്, ഇത് ഈ സമയപരിധിക്കുള്ളിൽ മറുപടി നൽകിയില്ലെങ്കിൽ 61-ലെ ആദായനികുതി വകുപ്പാണ് ഇപ്പോഴും എന്നുള്ളതാണ്. ആ സെക്ഷൻ 144 പ്രകാരം തുടർ നടപടി സ്വീകരിക്കും. ഈ തുടർ നടപടി എന്ത് എന്നതിലാണ് സ്വാഭാവികമായിട്ടും ആശങ്ക. കാരണം ഇത് NRI ആളുകളുടെ പ്രശ്നങ്ങളായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ഇതൊരു കോമൺ പ്രോബ്ലമായിട്ട് കണ്ടിരിക്കുകയാണ്. അതിന് എത്രമാത്രം പണിഷ്മെന്റ് കിട്ടാമോ വെക്കാമോ അതെല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. പാവം NRIസിന് ഇതൊന്നും അറിയില്ല. പാവം NRIs ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നാടുമായുള്ള പ്രവാസികളുടെ ബന്ധത്തിൽ തന്നെ വലിയൊരു വിള്ളൽ വീഴ്ത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ ഒരു അകലമുണ്ടാക്കുന്ന തരത്തിലേക്കല്ലേ ഇത്തരം കാര്യങ്ങൾ പോകുന്നത്? തീർച്ചയായിട്ടും ഇത് ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പം തന്നെ റിസർവ് ബാങ്കിന്റെ റിപ്പോർട്ടുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 2023 റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാകും ഏതാണ്ട് ഗണ്യമായ കുറവ് വന്നിട്ടുണ്ട്. പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യേണ്ടത് ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിലെ സോഷ്യൽ സ്റ്റാറ്റസിലൊക്കെയുള്ള പ്രശ്നങ്ങൾ ഇപ്പം നോക്കൂലി, ബിസിനസ് ചെയ്യാനുള്ള തടസ്സങ്ങൾ, ഇതൊക്കെ ആളുകളെ പിന്നോട്ട് വലിക്കുകയാണ്, ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതാക്കുകയാണ്. എന്ന് പറയുന്ന പോലെ റിപ്പാർട്ടിയേഷൻ തിരിച്ച് ഇന്ത്യയിലേക്ക് പോകുന്നതിനെ കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നേ ഇല്ല. എവിടെയെങ്കിലും പോയി സെറ്റിൽ ചെയ്യുക, അവരായിരിക്കുന്ന സാധനങ്ങൾ. അതുകൊണ്ട് റെമിറ്റൻസ് വളരെ കുറയുകയാണ്. കേരളത്തിലെ റെമിറ്റൻസ് കുറയാനുള്ള കാര്യം മലയാളികളായിട്ടുള്ള ഇവിടുത്തെ ആളുകള് കൂടുതലും ഇവിടെ തന്നെ സേവ് ചെയ്തിട്ട് ഇവിടെ തന്നെ ഒരു വീട് വാങ്ങിക്കുവോ, ഇവിടെ തന്നെ ഒരു വില്ല വാങ്ങിക്കുവോ, ഇവിടെ തന്നെ മക്കളെ സെറ്റിൽ ചെയ്യുവോ, ഫാമിലി സെറ്റിൽ ചെയ്യാനൊക്കെയാണ് താല്പര്യപ്പെടുന്നത്. ഇത് വളരെ അധികം നെഗറ്റീവായിട്ട് നമ്മുടെ എക്കോണമിയെ ബാധിക്കും, നമ്മുടെ സമൂഹത്തെ ബാധിക്കും. അത് വലിയ വലിയ ദൂരവ്യാപ്തമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കാണ് പോകുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രവാസികളോടുള്ള, ചുരുക്കം പറഞ്ഞാൽ പ്രവാസികളോടുള്ള ഒരു സമീപനം, അവർക്ക് വേണ്ടി കരുതൽ എന്ന് പറയേണ്ട കാര്യമില്ല, പക്ഷെ അവരെ ഒന്ന് കൺസിഡർ ചെയ്യുക. ഒരു റിയൽ സിറ്റിസൺസ് ആയിട്ട് അവരെ ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളൊക്കെയും സോൾവ് ചെയ്യാൻ പറ്റും. ടാക്സ് കൊടുക്കണ്ടെന്നോ ടാക്സ് വാങ്ങിക്കേണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷെ അതിനുള്ള ഒരു സമീപനത്തിന്റെ ഒരു മിതത്വം പാലിക്കുകയും ഒരു സൗമ്യമായിട്ടുള്ള ഒരു ഇടപെടൽ അവർക്ക് മേലിൽ ഉണ്ടാകുകയും അവരുടെ ശബ്ദം കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുകയും അവരുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഒക്കെ എങ്ങനെ പോകുന്നു, എങ്ങനെയാണ് അവർ തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ തിരിച്ച് ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ചെയ്യാനും ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യാനും ഇന്ത്യയിലേക്ക് അവരുടെ സമ്പാദ്യങ്ങൾ കൊണ്ടുവരാനും ഒക്കെ ഉള്ള ഒരു നല്ല അറ്റ്മോസ്ഫിയർ ഉണ്ടാകണം എന്നുള്ള ഗവൺമെന്റിന്റെയും കൂടെ ചിന്തയെ പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഗവൺമെന്റിനും ഒക്കെയും താല്പര്യം ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എല്ലാവരും കൂടെ ഡിസ്കസ് ചെയ്ത് ഈ പ്രോബ്ലംസ് ഇതിപ്പോ 61-ലെ നിയമം വെച്ചുകൊണ്ട് പണിഷ് ചെയ്യാം, 23-ലെ പുതിയ നിയമം വെച്ചുകൊണ്ട് പണിഷ്മെന്റ് ഉണ്ടാക്കാം. ഇതെല്ലാം വളരെ ഈസി ആയിട്ടുള്ള കാര്യം. അതാണ് കാര്യം. അപ്പം ഈ 61-ഉം 23-ഉമായിട്ട് ഭയങ്കര വ്യത്യാസമാണ്. അത് ഒന്ന് സോർട്ട് ഔട്ട് ചെയ്യാമെങ്കിൽ ഒരുമാതിരി കാര്യങ്ങളൊക്കെയും ഭംഗിയാവും. അതോടൊപ്പം തന്നെ ടാക്സിൻ ആപ്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ടാക്സ് ഒരു മാൻഡേറ്ററി കാര്യമാണ്, അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ഒരു മാൻഡേറ്ററി കാര്യമാണ്, ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആവശ്യമുണ്ട് ഒരു സിറ്റിസൺ എന്നുള്ള രീതിയിൽ എന്നുള്ള ഒരു കൾച്ചർ സ്ലോലി നമ്മുടെ ആളുകളിലേക്ക്
പകർന്നു കൊടുക്കാനും സമൂഹവും ഗവൺമെന്റും എല്ലാവരും പൊതുപ്രവർത്തകരും എല്ലാവരും ബാധ്യസ്ഥരാണ്. അപ്പം അതായിരിക്കാം ഒരു ഈസി മെത്തേഡ് എന്ന് തോന്നുന്നു. എനിവേ എവരിതിങ് ഈസ് സബ്ജക്ട് ടു ഡിസ്കഷൻ. ഗവൺമെന്റ് പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം തന്നെ ഇന്ത്യയുടെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഫോറിൻ റെമിറ്റൻസ് കിട്ടിയ രാജ്യം ഇന്ത്യയാണ്. സെക്കൻഡ് ഈസ് മെക്സിക്കോ, തേർഡ് ഈസ് ചൈന, ദെൻ ഈജിപ്റ്റ്, ഫിലിപ്പീൻ, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളാണ്. അപ്പം ഇന്ത്യയുടെ പകുതി പോലും വരുമാനം ഫോറിൻ എക്സ്ചേഞ്ച് കിട്ടുന്നില്ല ചൈനയ്ക്ക്. ശരി ശ്രീ റൌഫ്, ഇവിടെ ശ്രദ്ധിക്കേണ്ട ആളുകൾ ആരൊക്കെയാണ്? ഇതിൽ എത്രത്തോളം ശ്രദ്ധയാണ് എന്നതിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു. ഇത് ആരൊക്കെയാണ്? ഇതിലൊരു മാറ്റം, അതായത് ഇപ്പോൾ നേരത്തെ താങ്കൾ പറഞ്ഞു സംഘടനകളുടെ ഇടപെടലുകൾ ഇല്ലെങ്കിൽ കേന്ദ്രവുമായി ആവശ്യം അറിയിക്കൽ എന്നൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അത് എത്രത്തോളം കുറച്ചുകൂടി ആക്റ്റീവ് ആവേണ്ടതില്ലേ? പ്രവാസികളുടെ വിഷയത്തിൽ നേരത്തെ ശ്രീ തോമസ് പറഞ്ഞതുപോലെ ഇടപെടലുകൾ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ അതിന്റെ ആരാണോ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവർ തന്നെയാണ് അത്തരം കാര്യങ്ങളിലേക്ക് മുന്നോട്ട് വരേണ്ടതും അതിന് വേണ്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ഫോർ എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്ത ബജറ്റ് തുടങ്ങുന്ന ഒരു സമയം, അടുത്ത ബജറ്റിൽ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ ഇൻകം ടാക്സ് തന്നെയാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട. അതിൽ എന്തുണ്ടായിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു റെപ്രസെന്റേഷൻ ഇന്ന് വരെ ഏതെങ്കിലും ഒരു പ്രവാസി സംഘടന ചെയ്തതായിട്ട് നമുക്കറിയില്ല. അപ്പോ ഇത്തരം കാര്യങ്ങൾ ഞാൻ എന്റെ ഭാഗത്തു നിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ആസ് ആൻ ഇൻഡിവിജ്വൽ. ഈ രംഗത്തേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരികയും എല്ലാ സംഘടനകളും അത്തരം ഒരു കാര്യങ്ങളിലേക്ക്, അത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് നമ്മൾ തന്നെയാണ് അത് ചെയ്യുന്നത്. രണ്ടാമത് ഗവൺമെന്റുകൾ എപ്പോഴും പ്രവാസികളായിട്ടുള്ള ആളുകളെ ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിഗണിക്കാനുള്ള ഒരു സന്നദ്ധത അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. അപ്പൊ നമ്മളിപ്പോ ഈ റെമിറ്റൻസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ $125 ബില്യൺ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നാട്ടിലെ നമ്മുടെ GDP വെച്ച് നോക്കുമ്പോൾ അത് വളരെ കുറഞ്ഞൊരു ഇതാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രവാസികൾ ഉണ്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ജനസംഖ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞ ഒരു വിഭാഗമാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ ഒക്കെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നും അവർക്ക് ഇല്ല. നമ്മൾ കേരള എക്കോണമി പോലെ അല്ല ഇന്ത്യയുടെ മൊത്തം എക്കോണമി. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മുടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ, നമുക്കൊരു വോട്ടവകാശം കൂടെ ഇല്ലാത്തൊരു അവസരത്തിൽ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. കാര്യങ്ങളെല്ലാം കൃത്യമായി ഇടപെടലുകൾ നടത്തട്ടെ, മാറ്റങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. നന്ദി ശ്രീ തോമസ് കോയാട്ട്, ഒപ്പം റൌഫ് കൊണ്ടോട്ടി പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.